നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് UDF-ൽ നിന്ന് അധികം വോട്ടുകൾ പോയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അവകാശപ്പെട്ടു. ലീഗിന്റെ വോട്ടുകളൊന്നും ചോർന്നിട്ടില്ല. ഡോക്ടർ ശശി തരൂർ MPയുടേത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം മാത്രമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമിന്റെ റിപ്പോർട്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി 24-നോടൊപ്പം ചേരുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനിരിക്കുകയാണ്. ഈ ബൂത്തിൽ നിന്ന് കണക്കൊക്കെ അനുസരിച്ച് എന്താണ് ലീഗിന്റെ ഒരു നിലവിലത്തെ വിലയിരുത്തൽ? നിലവിൽ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ സംഘടനാ തലത്തിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടൊക്കെ വളരെ കോൺഫിഡൻസ് ഉള്ളതാണ്. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ളതാണ്. UDF-ന്റെ എല്ലാ വോട്ടും പോൾ ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വാസം. പ്രത്യേകിച്ച് ലീഗിന്റെ വോട്ടൊക്കെ ചോരുമെന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനൊക്കെ ലീഗ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് ഇപ്പോ പോളിംഗ് കഴിഞ്ഞപ്പോ ചോരൂല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനി അത്തരം വിലയിരുത്തലിന് യാതൊരു സാങ്കത്യവുമില്ല. കാരണം ബൂത്തുകളിൽ നിന്നുള്ള കണക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ആളുകളൊക്കെ ബ്ലോക്കായിട്ട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങുകയും വർക്കുകയും വോട്ട് കൊണ്ടുവരികയും ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഞങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും തീരെ ഇല്ലാത്തതാണ്. ആ ചർച്ചയൊക്കെ വളരെ അടിസ്ഥാനരഹിതമായിരുന്നു. പി വി അൻവർ സ്വതന്ത്രമായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ UDF-ന്റെ വോട്ടുകൾ പി വി അൻവറിലേക്ക് തീരെ പോയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? വലുതായി പോകാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു. രാജിവെച്ച് മത്സരിക്കുമ്പോൾ പറഞ്ഞ ഇഷ്യൂസൊക്കെ അവരെ ബാധിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അധികം വോട്ട് UDF പോകാനുള്ള ഒരു കാര്യമില്ല. മറ്റൊരു കാര്യം, ഈ ശശി തരൂരിനെ ക്ഷണിച്ചിട്ടില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പരസ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടോ? കോൺഗ്രസിന്റെ സംഘടനാ കാര്യമാണ്. അതിൽ ഞങ്ങൾ അഭിപ്രായം പറയാറില്ല. UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷകിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.